കന്യാമറിയമേ കന്യാമറിയമേ നന്മ നിറഞ്ഞവളേ. കന്യാമറിയമേ കന്യാമറിയമേ നന്മ നിറഞ്ഞവളേ. കാരുണ്യദായികേ കാരുണ്യദായികേ അർപ്പിതയായവളേ. കാരുണ്യദായികേ കാരുണ്യദായികേ അർപ്പിതയായവളേ. ഒരു കുഞ്ഞു നെയ്ത്തിരി തിരുമുൻപിലിന്നു ഞാൻ കാഴ്ചയായേകുന്നു കാക്കേണമേ. ഒരു കുഞ്ഞു നെയ്ത്തിരി തിരുമുൻപിലിന്നു ഞാൻ കാഴ്ചയായേകുന്നു കാക്കേണമേ. കാനായിലെ വീട്ടുകാരി നസറേത്തിലെ സ്നേഹവതി. നസറേത്തിലെ സ്നേഹവതി. ആവേ മരിയ ആവേ മരിയ ദൈവമാതാവേ വാഴ്ക. ആവേ മരിയ ആവേ മരിയ ദൈവമാതാവേ വാഴ്ക. ആവേ മരിയ ആവേ മരിയ അല്ലയോ രാജപുത്രി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും
മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠ 9-ാം നാളിലേക്ക് എത്തുകയാണ്. 9 ദിവസം പിന്നിടുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളൊക്കെ വളരെ താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന്. നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മാനത്തെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം, മറ്റുള്ളവരിത് അറിയണം. ഇങ്ങനെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ലളിതമാണ്, വളരെ ലളിതമായ രീതിയിൽ വിശുദ്ധിയെ നമ്മൾ തേടുകയാണ്. ആ വാക്കിന് വീണ്ടും വീണ്ടും സ്ട്രെസ് ഉണ്ട്. വിശുദ്ധിയെ നമ്മൾ തേടുകയാണ്. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്, വിശുദ്ധി. അതായത് കർത്താവ് നമ്മളിൽ നിന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് എന്തായിരുന്നു? ഇതാണ് കർത്താവ് ആഗ്രഹിച്ചത്. നമ്മൾ നല്ല വീട്ടിൽ താമസിക്കണം. കർത്താവിന് ആഗ്രഹമുണ്ട്, നല്ല ചിന്തയുണ്ട്. സംശയം എന്നാ ഉള്ളത്? കർത്താവ് നമ്മുടെ നന്മ ആഗ്രഹിക്കുമല്ലോ. അപ്പം നമ്മൾ നല്ല വീട്ടിൽ താമസിക്കണം, നമ്മൾ നല്ല വരുമാനം നമുക്കുണ്ടാകണം, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം, എന്താ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളർന്നു വരണം, നമുക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നൊരു വിദേശത്ത് പോകണം, നമ്മുടെ എല്ലാ ദമ്പതികൾക്കും കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഇതെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് ഇത് ഓരോന്നും നടക്കുന്നത്. അതിനകത്ത് സംശയമില്ല. പക്ഷേ സുവിശേഷത്തിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അത് വിശുദ്ധിയാണ്. കർത്താവ് ആഗ്രഹിച്ചതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇന്ന് ഒരു സൈഡിൽ കൂടെ വേറൊരു ചിന്ത വരുന്നുണ്ട്. വിശുദ്ധിയൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അത് മിണ്ടാമടത്തിലൊക്കെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ചില സന്യാസ വൈദികർ, അവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണിയാണ്. നമ്മളിൽ നിന്ന് കർത്താവ് അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ഇങ്ങ് പോയാൽ മതി. നമ്മളിപ്പോൾ 2 കെട്ട വർത്തമാനം പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, കർത്താവിന് അറിയാം. ഇതാണ് ഇപ്പോഴത്തെ ശൈലി. കർത്താവിനെയും കൂട്ടുകാരനാക്കിയിട്ട് നമുക്ക് തോന്നുന്ന പോലൊക്കെ കാണിക്കാൻ കർത്താവിന് കരുണ കാണിക്കും. കർത്താവ് കരുണ കാണിക്കും, പക്ഷേ അതിന് ഈ രീതിയിൽ അവതരിപ്പിക്കരുത്. എന്ന് വെച്ചാൽ, അതായത് കർത്താവ് ഞാൻ പൂർണ്ണ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർത്താവ് ഇത് പറയില്ലായിരുന്നു. അത് നിസ്സാര വിശുദ്ധിയൊന്നുമല്ല പറഞ്ഞത്. അതായത് പത്രോസ്ലിഹ വിശുദ്ധനായതുപോലെ നീ വിശുദ്ധനാകാനോ, അല്ലെങ്കിൽ ഇവൻ പരിശുദ്ധ അമ്മ വിശുദ്ധയായിരിക്കുന്നത് പോലെ നീ വിശുദ്ധയാകാനോ, അന്തോണീസ് പുണ്യാളനെ പോലെ ആകാനോ, യൂദാസ്ലിഹായെ പോലെ ആകാനോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ആ സ്കെയിൽ അങ്ങ് പൊക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ വിശുദ്ധി ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തമാണ്. ഇതെപ്പോഴും ഓർത്തു വെച്ചേക്കണേ. നമ്മുടെ എന്താ ഔദാര്യമല്ല വിശുദ്ധി ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ, ഞാൻ വിശുദ്ധി ആഗ്രഹിക്കും, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുകയാണ് ദൈവത്തോട് വിശുദ്ധി ആഗ്രഹിക്കുന്നത്. നോ, വിശുദ്ധി എന്നത് ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തമാണ്. ഈശോയുടെ പിറകെയാണോ നീ? ഈശോയുടെ പിറകെയാണെങ്കിൽ ഈശോ നിന്നിൽ നിന്ന് ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണർ ആയിരിക്കുവിൻ. പരിപൂർണത കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. നമ്മളീ നടത്തുന്ന ശ്രമമൊക്കെ എന്ന് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ഓർത്തേക്കരുത്, അപ്പോൾ അച്ഛൻ പരിപൂർണനാണോ? ഒട്ടുമല്ല. യാത്രയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തുമാത്രം അകലെയാണെന്നറിയോ പരിപൂർണത നിൽക്കുന്നത്. പതുക്കെ നമ്മൾ ഓരോന്നായിട്ട്, അതായത് ഓരോ പാപം പതുക്കെ നമ്മളിൽ നിന്ന് മാറ്റി ചില സുഹൃതങ്ങളിലേക്ക് ബോധപൂർവം നടന്നടുത്ത് നമ്മൾ ശ്രമിക്കുകയാണ്. പരിപൂർണതയെ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ അടുത്തെങ്കിലും, അതിൻ്റെ രുചിയെങ്കിലും ഒന്ന് കിട്ടാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് എന്താ? ഇന്നലെ പറഞ്ഞത് എന്തായിരുന്നു? ശുശ്രൂഷയിലേക്ക്, സത്പ്രവർത്തികളിലേക്ക് ഇറങ്ങണം. അത് തൊട്ടും പറഞ്ഞെന്തായിരുന്നു? നല്ല വാക്ക് പറയണം, പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന വാക്ക് പറയണം. ശരിക്കും ഉണ്ടല്ലോ, ഈ 2 കാര്യങ്ങൾ നമ്മളൊന്ന് ജീവിച്ചു തുടങ്ങിയ ഇന്നത്തെ ടോക്കാവും. എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. അപ്പം നല്ല വാക്ക് പറയണം. നല്ല വാക്കെന്ന് വെച്ചാൽ സുഖപ്പീരു വാക്കല്ല, പരിശുദ്ധാത്മാവുള്ള വാക്ക് പറയണം. 2, ദൈവാനുഭവത്തിൽ നിറഞ്ഞ് സത്പ്രവർത്തികൾ ചെയ്യണം. ഇത് 2ഉം ചെയ്താൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം സംഭവിക്കും. നമ്മൾ ധ്യാനിക്കുന്ന, ബേസ് ചെയ്യുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം
1-ാം അധ്യായം 43-ാം വാക്യം. ലൂക്ക 1:43 ഇങ്ങനെയാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. എലിസബത്ത് മറിയത്തെ നോക്കി പറയുന്നതാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടുണ്ടല്ലോ ആ കൗതുകം അങ്ങ് പോവുകയാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചുള്ളേ, പക്ഷേ വളരെ കൗതുകത്തോടെ ബൈബിൾ വായിക്കണം. അപ്പം അതിനകത്ത് വളരെ രസമുള്ളൊരു കാര്യം കിടപ്പുണ്ട്. അതായത് മറിയത്തിനറിയാം എലിസബത്ത് ഗർഭിണിയാണെന്ന്. അത് ദൈവം പറഞ്ഞു കൊടുത്തതാണ്. എലിസബത്ത് എങ്ങനെ അറിഞ്ഞു മറിയം ഗർഭിണിയാണെന്ന്? അങ്ങനെ ഒരു സംഭവം ഇല്ല. എലിസബത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല മറിയം ഗർഭിണിയാണെന്ന്. ഇനി കാഴ്ചയിൽ കാണാൻ മാത്രം ഒന്നും ആയിട്ടുമില്ല, അതങ്ങോട്ട് അറിഞ്ഞതേ ഉള്ളൂ, അറിയിപ്പ് അങ്ങോട്ട് കിട്ടിയതേ ഉള്ളൂ. അപ്പൊ ഏതായാലും ശരീരം കണ്ടിട്ടല്ല എലിസബത്ത് പറഞ്ഞത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് മറിയത്തെ വിളിച്ചത്. അപ്പൊ ഒന്ന്, മറിയം ഗർഭവതിയാണെന്ന് എലിസബത്ത് എങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പോൾ പോട്ടെ, ഗർഭവതിയാണെന്ന് എങ്ങനെങ്കിലും ഇനിയിപ്പോൾ എലിസബത്ത് വെറുതെയൊക്കെയാണ്, ഇതൊക്കെ അറിയാം എന്ന് വിചാരിച്ചാൽ കൂടി ഈ മറിയത്തിന്റെ വയറ്റിൽ കിടക്കുന്നത് ദൈവം തമ്പുരാനാണെന്ന് എലിസബത്ത് എങ്ങനെ അറിയുന്നത്? അതിനെന്താ മാർഗം? അതായത് നമ്മൾ ചിലരുടെ അടുത്ത് ചെന്ന് അവരോട് 2 വാക്ക് പറഞ്ഞ് അവരെ ശുശ്രൂഷിക്കുമ്പോൾ അവര് കാണും എന്ത്? നമ്മുടെ ഉള്ളിലെ കർത്താവിനെ കാണും. അതാണ് ഇവിടെ സംഭവിച്ചത്. മറിയം പറഞ്ഞിട്ടില്ല രഹസ്യം എലിസബത്തിനോട് വേറെ ആരും പറഞ്ഞിട്ടില്ല. എലിസബത്തിന് അനുഭവം കിട്ടുകയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ, അതായത് മറിയത്തിൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ എലിസബത്ത് തിരിച്ചറിയുകയാണ്. ഇന്നോളം നമ്മൾ എത്ര വർഷം ജീവിച്ചു ക്രിസ്ത്യാനിയായിട്ട്? ഞാൻ 10-35 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു. നിങ്ങളൊക്കെ എത്ര വർഷം ജീവിച്ചവർ ചോദിക്കേണ്ടത്, ഇന്നേ വരെ നമ്മൾ ആരോടെങ്കിലും മിണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ട് നമ്മളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഉള്ളിലെ ഈശോയെ ഞങ്ങൾ കാണുന്നു കേട്ടോ, നിങ്ങളുടെ ഉള്ളിലെ ഈശോയെ ഞങ്ങൾ കാണുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് പറയുന്നിടത്താണ് ക്രിസ്ത്യാനി പൂർണ്ണനാകുന്നത്. ഇത് ഇന്ന് നടക്കാൻ പോകുന്നില്ല, നാളെ നടക്കാൻ പോകുന്നില്ല. എന്നെങ്കിലും ഒന്ന് ആഗ്രഹിക്കുക, എന്നെങ്കിലും ഒരു ദിവസം നമ്മളെ നോക്കി ചുറ്റുമുള്ളവർ പറയണം, ദേ ആ മുഖത്തോട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈശോയെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നിടത്താണ് ക്രിസ്ത്യാനി. ഇത് വേണം. കാരണം ഉണ്ടല്ലോ, ഇത് ഈശോയുടെ ശൈലിയായിരുന്നു. നമ്മളെല്ലാ ടോക്കിലും ഈശോയെ കൊണ്ടുവരുന്നുണ്ട്, ബോധപൂർവം കൊണ്ടുവരുന്നതാണ്. കാരണം മറിയത്തിൽ തുടങ്ങി മറിയത്തിൽ അവസാനിച്ചാൽ പോരാ ഈ ശുശ്രൂഷ. മറിയത്തിൽ തുടങ്ങി ഈശോയിൽ എത്തണം. ഇതാണ് ഈശോയും ചെയ്തത്. ഈശോ എന്താ ചെയ്തത്? ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ അടുത്തത് എന്താ? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ഈശോയിൽ പിതാവ് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാനും എൻ്റെ പിതാവും തമ്മിൽ എങ്ങനെയാണോ അതുപോലെയാകണം ഞാനും നിങ്ങളും തമ്മിൽ. അപ്പൊ എങ്ങനെയാണോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ കാണുന്നവർ പിതാവിനെ കാണുന്നത് പോലെ നാളെ തൊട്ട് പത്രോസേ, നാളെ തൊട്ട് അന്ത്രയോസേ, നിങ്ങളെ കാണുന്നവർ ആരെ കാണണം? എന്നെ കാണണം, ഈശോയെ കാണണം. ഇതാണ് മ്യൂച്വൽ പ്രസൻസ്. ഒരാളിൽ മറ്റൊരാളുണ്ട്. ഇത് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇത് സുവിശേഷം സംഭവിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയിട്ട്, പത്രോസൊക്കെ ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോയിട്ട് അവിടെ ഈശോ അങ്ങ് നിറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അപ്പസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട്, പത്രോസ് നടക്കുമ്പോൾ അവൻ്റെ നിഴല് വീണാൽ മതി രോഗികൾ സുഖപ്പെടും. അപ്പോൾ രാവിലെ ആണെങ്കിൽ പടിഞ്ഞാറ് വശത്ത്, വൈകിട്ടാണെങ്കിൽ കിഴക്ക് വശത്ത് പത്രോസ് നടക്കുമ്പോൾ നിഴല് വീഴും. അന്ന് ആ മനുഷ്യര് ഈ പത്രോസ് നടക്കുമ്പോൾ അവൻ്റെ നിഴല് വീഴുന്നെടുത്തുകൊണ്ട് രോഗികളെ കടത്തിയിരുന്നു. കാരണം എന്നറിയാമോ? പത്രോസിന്റെ നിഴലിൽ പോലും കർത്താവുണ്ട്. ഈ അനുഭവത്തിലേക്ക് വേണം വരാൻ വേണ്ടിയിട്ട്. ഇത് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ സുന്ദരമായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇതാണ് കാര്യം. ഇനി മുതൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, മറിച്ച് മിശിഹ എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഒരു ദിവസം നമുക്കും പറയാൻ പറ്റണം,
ഇനി മുതൽ എന്നിൽ ഞാനല്ല, എന്നിൽ ഞാനല്ല, മറിച്ച് എന്നിൽ ഈശോയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് തമ്പുരാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. എന്ത്? അവൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മളിൽ അവൻ നിറയുന്ന അനുഭവമുണ്ടാകണം. അപ്പോൾ നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഈശോയെ കൊണ്ടുപോവുകയാണ്. അതായത് പണ്ട് ഞാനിങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട് ഇത്. അതായത് പണ്ട് ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അത്ര നല്ല സമ്പ്രദായമല്ല. പക്ഷെ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. പണ്ട് അപ്പോൾ ഇങ്ങനെ തൊടലും തീണ്ടലും ഒക്കെ ഉണ്ടായിരുന്ന, അശുദ്ധി എന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാലത്ത്, ഒരു മോശം കാലത്ത്, അന്ന് ഒരു വീട് അശുദ്ധമായാൽ മറ്റ് വിശ്വാസം ജീവിച്ചിരുന്ന മനുഷ്യർ ചെയ്തിരുന്നത് ഒരു നസ്രാണിയെ വിളിച്ചുകൊണ്ട് വരും. എന്തിനെന്നറിയാമോ? ഈ നസ്രാണി ഈ വീട്ടിൽ കയറി ഇറങ്ങിയാൽ ആ വീട് ശുദ്ധമാകുമെന്ന് വിശ്വസിച്ചിരുന്നു പണ്ട്. അത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ഇവന്റെ മെച്ചം കൊണ്ടാണോ? അല്ല. അവര് പോലും ചുറ്റുമുള്ള സമൂഹം വിശ്വസിച്ചിരുന്നു ഇവരുടെ ഉള്ളിൽ കർത്താവുണ്ട്, ഇവരുടെ ഉള്ളിൽ ദൈവമുണ്ട്. അപ്പൊ ആ ദൈവം കയറി ഇറങ്ങുമ്പോൾ എല്ലാം ശുദ്ധിയുള്ളതാകും. ഒരാള് അശുദ്ധനായി പോയാൽ നസ്രാണിയെ കൊണ്ട് തൊടിയിച്ചാൽ മതിയെന്ന് പോലും വിശ്വസിച്ചിരുന്ന കാലമുണ്ട്. ഇന്നിപ്പം നമ്മൾ തൊട്ടാലാണ് അശുദ്ധരാകുന്നത്. നമ്മൾ കയറി ഇറങ്ങിപ്പോയാൽ ആ വീട് അശുദ്ധമാണെന്ന് ചുറ്റുമുള്ള ജനം ചിന്തിക്കുന്ന കാലമായിരിക്കുകയാണ്. എവിടെ പോയി? നമ്മളിൽ നിന്ന് കർത്താവ് മാഞ്ഞു പോയിട്ട് നമ്മൾ മുഴച്ചു നിൽക്കുകയാണ്. നമ്മളിൽ നിന്ന് കർത്താവ് മാഞ്ഞു പോവുകയാണ്. തിരിച്ചു പിടിക്കണം. ഒരു ദിവസം കണ്ണടയുന്ന കാലത്തിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റണം. പൗലോസ്ലിഹ പറഞ്ഞ വാക്യം ഗലാത്യർ 2:20, ഇനി മുതൽ ഞാനല്ല, എന്നിൽ മിശിഹായാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ഈ മിശിഹായിൽ നിറയുന്ന അനുഭവം മറിയം ചെന്ന് കയറിയപ്പോൾ മറിയം പറയാതെ, ദൈവമായിട്ട് എലിസബത്തിന് വെളിപ്പെടുത്തി കൊടുക്കാതെ എലിസബത്ത് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. മറിയത്തിൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ എലിസബത്ത് തിരിച്ചറിഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ ചുറ്റുമുള്ള ജനം തിരിച്ചറിയണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇത് ഒരു ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല, ഒരു സുന്ദരമായ പ്രാർത്ഥനയാണ്. ഈശോയെ, ഇനി മുതൽ എന്നിൽ നീ ജീവിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. സിമ്പിളായിട്ടൊരു സുഹൃദേവം പോലെ പ്രാർത്ഥിക്കണം. ഈശോയെ, ഇനി മുതൽ എന്നിൽ നീ ജീവിക്കണേ. നമ്മൾ ഈ പ്രാർത്ഥിച്ചത് മുഴുവൻ എന്തായിരുന്നു? ഞാൻ ജീവിക്കണമെന്നല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മെച്ചപ്പാടുണ്ടാകണമെന്നല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പ്രാർത്ഥനയൊന്ന് മാറ്റിപ്പിടിക്കുക. നാളത്തെ ശുശ്രൂഷ വരെ ആവർത്തിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥന, ഈശോയെ എന്നിൽ നീ ജീവിക്കണേ, ഈശോയെ എന്നിൽ നീ ജീവിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ജീവിതം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കണം. ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അതാണ്. ഈശോയെ എന്നിൽ നീ ജീവിക്കണേ. അങ്ങനെ വരുമ്പോൾ നീ പറയുന്ന വാക്കും നീ ചെയ്യുന്ന പ്രവൃത്തിയുമല്ലേ എൻ്റെ ഉടലുകൊണ്ട്, എൻ്റെ നാവുകൊണ്ട് ഞാൻ പറയുകയും ചെയ്യുകയുള്ളൂ. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി പ്രാർത്ഥന. ഈശോയെ എന്നിൽ ഇനി മുതൽ നീ ജീവിക്കണേ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ
ദേവാ അടിയനിതാ അടിയനിതാ. ഈശോയെ, വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരും അടിയങ്ങൾ എന്നതുപോലെ നിന്റെ സന്നിധിയിൽ ഒന്നു ചേർന്ന് നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ വചനം കൊണ്ട് നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ, വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുവാൻ, പാപചായ്വുകളെ വെറുത്തുപേക്ഷിച്ച് പുണ്യവഴിയെ നടക്കുവാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഈശോയെ, ഞങ്ങളെ നിന്റേതാക്കി നീ മാറ്റണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ച കാര്യം, എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ കൂടെ കണ്ടു. കർത്താവേ, ഞങ്ങളെ കാണുന്നവർ ഈശോയെ കാണണം. ഞങ്ങളെ കാണുന്നവർ ഈശോയെ, നിന്നെ കാണാൻ ഇടവരണം. ഞങ്ങൾക്കറിയാം, ഇത് പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾ ഈ പ്രാർത്ഥിച്ച കാര്യത്തിൽ നിന്ന് എത്ര വിദൂരതയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ഞങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് ഈ കാലഘട്ടത്തിൽ, ഞങ്ങൾ ജീവിക്കുന്ന ദേശത്തിൽ നിന്നെ വെളിപ്പെടുത്തുന്നവരാകാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ഈശോ, അതായിരുന്നല്ലോ നിന്റെയും ആഗ്രഹം. നീ പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങളും നിന്നെ ലോകം മുഴുവൻ വെളിപ്പെടുത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പക്ഷെ കർത്താവേ, നിർഭാഗ്യവശാൽ ഞങ്ങളിൽ ഞങ്ങൾ തന്നെ മുഴച്ചു നിൽക്കുകയാണ്. ഞങ്ങളുടെ ഈഗോ, ഞങ്ങളുടെ അഹങ്കാരം എടുത്തു നിൽക്കുമ്പോൾ നീ മാഞ്ഞു മറഞ്ഞ് പോവുകയാണ്. കർത്താവേ, ഞങ്ങളിലൂടെ വേണം ഞങ്ങളുടെ കാലത്ത് നിന്റെ സുവിശേഷം അറിയപ്പെടാനെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങളെ കാണുന്നവർ നിന്നെ കാണുന്ന മഹാത്ഭുതം നടക്കട്ടെ. ഇതാണല്ലോ പൗലോസ് ശ്ലീഹ പ്രാർത്ഥിച്ചത്. തന്റെ ജനത്തെ നോക്കി ശ്ലീഹ പറഞ്ഞു, പ്രിയമുള്ളവരെ, മിശിഹ നിങ്ങൾ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഒരമ്മയുടെ പ്രാണവേദനയോടെ, ഈറ്റുനോവോടെ പൗലോസ് ശ്ലീഹ ആഗ്രഹിക്കുന്നത് ദൈവജനത്തിൽ മിശിഹ രൂപപ്പെടാൻ. കർത്താവേ, ഞങ്ങളിൽ നീ രൂപപ്പെടണം. അതിനായിട്ടാണല്ലോ നീ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഓരോ ദിവസവും ഞങ്ങളുടെ നാവിലേക്ക് എഴുന്നള്ളി വരുന്നത്. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളില്ലാതായി ഞങ്ങൾ നീയായി തീരുന്ന സുദിനം ഞങ്ങൾ സ്വപ്നം കാണട്ടെ. ഞങ്ങളുടെ ഇഷ്ടങ്ങൾ മാഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ സ്വപ്നങ്ങൾ മാഞ്ഞു പോകട്ടെ. മറിച്ച് നിന്റെ ഇഷ്ടങ്ങൾ, നിന്റെ താല്പര്യം, നിന്റെ ഹിതം, നിന്റെ സ്വപ്നങ്ങൾ എന്നിലൂടെ പൂർത്തിയാകട്ടെ. കർത്താവേ, അതിനു തക്കവിധം എന്നിൽ ഞാനില്ലാതായി നീ എന്നെ മുഴുവനായും പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവം എന്നെ കാണുന്നവർക്ക് നിന്നെ കാണുന്നതിൻ്റെ ഒരല്പമെങ്കിലും അനുഭവം കിട്ടത്തക്ക വിധം കർത്താവേ, എന്നിൽ നീ നിറയണമേ എന്ന്. പ്രിയമുള്ള ദൈവജനമേ, ഇത് എളുപ്പമല്ല. ഇത് പ്രാർത്ഥിക്കുമ്പോഴും കേൾക്കുമ്പോഴും എളുപ്പമാണെന്ന് തോന്നുമ്പോഴും ഇതൊട്ടും എളുപ്പമല്ല. നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിച്ച്, നമ്മുടെ താല്പര്യങ്ങളെ വേണ്ടെന്ന് വെച്ച് നമ്മൾ പൂർണ്ണമായി നമ്മളെ തന്നെ കർത്താവിന് പണയം വെക്കുന്ന അനുഭവമാണിത്. കർത്താവേ, ഞങ്ങളില്ലാണ്ടായി നീ ഞങ്ങളിൽ ജീവിക്കുന്ന അനുഭവം പൗലോസ് ശ്ലീഹ പ്രാർത്ഥിച്ചതുപോലെ, പറഞ്ഞതുപോലെ, ഇനി മുതൽ ഞാനല്ല, മിശിഹ
എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലും പൂർത്തിയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ. ഇത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. ഈശോയെ, നീ എന്നിൽ നിറഞ്ഞു തുളുമ്പണമേ എന്ന പ്രാർത്ഥനയോട് എൻ്റേതായിട്ടുള്ളതെല്ലാം മാഞ്ഞു പോയിട്ട് എന്നിൽ നിൻ്റേതു മാത്രം വാഴുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടാകുക കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം
അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിൻ്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിൻ്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. കന്യാമറിയമേ, കന്യാമറിയമേ,